അച്ഛമ്മ ഈ പ്ലാൻ തോട്ടത്തിൽ വീട് എവിടെയാണെന്ന് വല്ല പിടിയുണ്ടോ? ഇടി അതറിയായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ കിടന്ന് തപ്പേണ്ട ആവശ്യമുണ്ടോ? എന്നാലും അച്ഛമ്മ എന്റെ പേരുള്ള വേറെ ആൾ ഈ പരിസരത്തുണ്ടെന്ന് ഞാൻ ഇപ്പഴാ അറിയണത്. അയ്യോ, ഒരു പല്ലവി മാത്രമേ ഉള്ളൂ, അത് വേറെ പല്ലവി ഒന്നും ഇല്ല. ചിറ്റപ്പ മിണ്ടരുത്, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട്. സുമി ഒരാൾ വരുന്നു ചോദിച്ചാണ് എന്റെ അടുത്ത് മിണ്ടെന്ന് പറഞ്ഞിട്ടോ. മോനെ ഒന്ന് നിക്കോ. ചേട്ടാ, ഈ പ്ലാൻ തോട്ടത്തിൽ വീട് എവിടെന്ന് അറിയാം? പ്ലാൻ തോട്ടത്തിൽ വീട് വീടോ? പ്ലാൻ തോട്ടത്തിൽ വീട് ആലോചിച്ചു. ഇവിടെ അടുത്തെങ്ങാനും പ്ലാൻ തോട്ടത്തിൽ വീടല്ലേ? അങ്ങനെ വീടില്ല ചേട്ടാ ഇവിടെ. പിന്നെ ഒരു പ്ലാവില വീടുണ്ട്, അത് കുറച്ച് അപ്പുറത്താണ്. പ്ലാവിലൂടെ നമുക്കറിയാം, വീട്ടിലെ ആൾക്കാരൊക്കെ താമസിക്കുന്ന മറ്റേ സുമേഷ് കപ്പന്റെ പയ്യൻ, അടിയിൽ സുന്ദരനായ ചെറുക്കൻ. സുമേഷിനാരും വേണ്ട, അവൻ ഭയങ്കര അലമ്പാ. കണ്ടിട്ടുണ്ടോ പുള്ളിയെ? ഞാൻ കണ്ടിട്ടില്ല, എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ലേ. മോനെ, അതെ ഈ ഗൾഫിലൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്ത ഒരു പല്ലവി എന്ന് പറയുന്ന കൊച്ചിന്റെ വീട്. പല്ലവി? ആ അങ്ങനെ ഒരാൾ ഈ ഏരിയ ഇല്ല ചേച്ചി. ഉറപ്പാണോ? ഇല്ല, ഉറപ്പ്, എന്റെ ഓർമ്മയില്ല. ഞാൻ പല്ലവിയില്ലേ? പോവണ്ണേ, നീ പല്ലവിയല്ല, പല്ലവി. ഇനി എവിടെ പോയി തപ്പുവന്ന ഈ വീട്? എന്തുവാടാ നീ ഒപ്പിച്ചു വെച്ചത്? ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അവൻ സംസാരം കേട്ടിട്ടുണ്ട്, പിടിച്ചില്ല അമ്മച്ചി. അവൻ എന്നെ പറ്റി പറഞ്ഞ കേട്ടോ. നിന്റെയൊക്കെ കയ്യിലിരിപ്പല്ലേ, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പറഞ്ഞില്ലേ അതിശയുള്ളൂ. ചിലപ്പോ എന്നെ പറ്റി എല്ലായിരിക്കും, വേറെ സുമേഷ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ചിറ്റപ്പനെ പറ്റി തന്നെയാ. ചിറ്റപ്പ മാത്രമേ ഉള്ളൂ ചിത്തപ്പേരുടെ ആള്. ഇയാൾ ചീത്തപ്പേരുണ്ടാക്കാതെ ഇയാൾ പല്ലവി കണ്ടുപിടി. ഇയാള് നിർത്തടാ, നിങ്ങളൊന്ന് നോക്കാവോ വീട് എവിടെയാന്ന്? ചുമ്മാ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ പല്ലവി എവിടെ പോയി കിടക്കോ ഈ പ്ലാൻ തോട്ടത്തിൽ? വാ, എന്തൊരു ചൂടാടാ. ചേച്ചിരിക്കും. ഹലോ ആന്റി. ആന്റിയോ? അല്ല ചേച്ചി. ചേച്ചിയോ? അല്ല മോളെ, ഈ പ്ലാൻ തോട്ടത്തിൽ വീട് ഇതാണോ? നിങ്ങൾ എവിടുന്ന് വരിക? ഞങ്ങൾ കുറച്ച് അപ്പുറത്തുനിന്നാ. ഇവിടെ പല്ലവി എന്നൊരു കുട്ടിയുണ്ടോ? ഇല്ല ഇല്ല, ഇവിടെ ഞാനും എന്റെ ചേട്ടനും മാത്രമേ ഉള്ളൂ. അല്ല പല്ലവി എന്നുള്ള കുട്ടിയേ ഇല്ല. ഇല്ല. അതെ, ഈ കത്ത് നിങ്ങക്ക് വന്നേന്ന് പറഞ്ഞിട്ടേ നിങ്ങളിത് വെച്ചോ, എന്നിട്ട് ഈ അഡ്രസ് തിരിച്ചു കൊടുത്താൽ മതി. ഒന്ന് പോട ചെക്ക. താങ്ക് യു. അവരെന്നെ ചെക്കാന്ന് വിളിച്ചു, അവരെ കൊണ്ട് കൊടുപ്പിക്കായിരുന്നത്. അവരെന്തത് പെണ്ണുപിള്ളേ അമ്മ, ഇതവർക്ക് വാങ്ങിച്ചൂടെ? ഒറ്റ വീക്ക് വെച്ചേരും കേട്ടോ. ഇതൊക്കെ കൊണ്ട് അവരുടെ കയ്യിലോട്ടാണോ കൊടുക്കുന്നത്? ഒരു കൊച്ചിന്റെ ജീവിത പ്രശ്നമല്ലേ? എന്നാൽ ഈ പല്ലവി UK എവിടെ പോയി തപ്പും? നീ കണ്ടുപിടിക്കണം. നീ കണ്ടുപിടിക്കണം. നിന്റെ പേര് പല്ലവി എന്നാണ്, നീ കണ്ടുപിടിച്ചേ പറ്റൂ. എടാ മടുത്തടാ, ഭയങ്കര ചൂട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനേ ഈ ഇതുവഴി ചെന്നിട്ട് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ സർബത്ത് ഇടുന്ന കടയുണ്ട്, ചാച്ചന്റെ കട. അപ്പൊ ഞാൻ അവിടെ പോയി സർബത്ത് കുടിച്ചിരിക്കാം. എന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കണം. നിങ്ങൾ ഇതൊരു രണ്ടു വീടില്ലേ വേണ്ട, ഞങ്ങൾക്ക് കൂട്ടുവിട്ടല്ലേ? എനിക്ക് അറിയാം. ഇതാണ് ഈ വീട്ടിൽ കയറി, ഈ വീട്ടിൽ കയറി ഇവിടെ മറ്റേ ഇത് വീടാന്ന് ചോദിച്ചു. എന്ത് നീ കേറ്. അമ്മച്ചെ കുറിച്ച് ചോദിച്ചാൽ അമ്മച്ചി ഞാൻ അവിടെ ജംഗ്ഷനിൽ കാണും. നിങ്ങൾ ഓടിപ്പോട്ടോ, ഞാൻ സർബത്ത് റെഡിയാക്കി വെച്ചേക്കാം. ഈ ചെറുക്കൻ സുമേ, ചേട്ടാ പ്ലാൻ തോട്ടത്തിൽ വീടല്ലേ? ആന്ന് കയറിച്ചല്ലേ, കയറിച്ചല്ലേ. എന്തുവാണിത്? ചിക്കനും സർബത്തുവോ? ചേട്ടാ രണ്ട് സാധനങ്ങളെ എടുത്ത് എളുപ്പെടുത്ത നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുവാ നീ കഴിക്കുന്നത്? ചിക്കനും സർബത്തും കൂടെ നല്ല കോമ്പിനേഷൻ കാണാ. ബെസ്റ്റ് കോമ്പിനേഷൻ. സർബത്ത് ചിക്കൻ സക്കു. കുടി കുടി. എനിക്കെന്താ? എന്തൊരു ചൂടാ. ഞാൻ ഇവിടെ നോക്കിയമ്മ, ഇവിടെ പല്ലവി UK ഒന്നും ഇല്ലമാ. ഇനി എവിടെ പോയി തപ്പി പിടിക്കൂടി? ഞാൻ കഴിഞ്ഞ പോട്ടെ അപ്പുറത്തെ തട്ടേടെ അവിടെ നിൽക്കാം. എന്തിനാ? അല്ല അന്വേഷിക്കാൻ പോണ്ട്. വേണ്ട, ഞങ്ങൾ അന്വേഷിച്ചോളാം, നീ വരണ്ട. അമ്മ ഇവിടുത്തെ പൈസ കൊടുത്തിട്ട് വാമാ, ഞാൻ കൊടുത്തോളാം. ചേട്ടാ എത്ര വരണ്ട. വരാം. ചേട്ടാ എത്ര ചേട്ടാ? 270. 270? അല്ല നിങ്ങൾ 3 വെള്ളത്തിനും 1 പീസ് ചിക്കനും. നിങ്ങൾ വരുന്നതിനെ പറ്റി ഞാനൊരു 3 സോഡ നാരങ്ങളും 3 പീസ് ചിക്കനും തിന്നായിരുന്നു. എത്ര ഉണ്ട് അമ്മച്ചിയുടെ? ലാഭാട് ഇത്രേ ഉള്ളൂ. 300 ഉണ്ടോ? ഓ ഈ ചെറുക്കൻ. ചേട്ടാ 280 ആയിക്കാണ് പറയുന്നത്, മേടിച്ചോ. ഇവിടെ വെച്ചിട്ടുണ്ടേ ചേട്ടാ ഇവരെ കൊണ്ടുപോകുന്നത് നമ്മളെ പറഞ്ഞു. നടന്ന മനുഷ്യന്റെ ഊപ്പാടളകി. ഇനി നോക്ക ഒരു വീട് പോലും ഇല്ല. അവിടെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചതുകൊണ്ട് ഭാഗ്യം ഇവിടം വരെ നടക്കാനുള്ള എനർജി കിട്ടി. മറ്റേ കൊച്ചിന്റെ വീട് കണ്ടുപിടിച്ചാ? ഓ എവിടെടാ, അങ്ങനെ ഒരു വീടും ഇല്ല, ഒരാളും ഇല്ല. ചുമ്മാ അല്ല പോസ്റ്റ്മാൻ കൊണ്ടുവന്ന ലെറ്റർ സുമേഷിന് കൊടുത്ത്. ആ സുമേഷ് എവിടെ? ആ ജംഗ്ഷൻ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നടാ. അത് കഴിഞ്ഞ് അവൻ എങ്ങോട്ട് പോയി. അല്ല ഇങ്ങീ കത്തെന്ത് ചെയ്യും? അത് അടുപ്പിൽ എങ്ങാണ്ടും കൊണ്ട് കത്തിച്ചാളോ വെച്ചേ, മടുത്ത് മനുഷ്യൻ. അങ്ങനെ പറയല്ലേ അമ്മ, അവളെപ്പോ ഒരു കൊച്ചിന്റെ ജീവിത പ്രശ്നമല്ലേ. അച്ഛാ എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏജൻസി വിളിച്ചു നോക്കിയാലോ? പിന്നെ ബോംബെയിലുള്ള ഏജൻസി ഇവിടെയുള്ള വീട്ടുകാരെയൊക്കെ അറിയാൻ പോവാ. ഒന്ന് പോകച്ചേ. അല്ല അച്ഛമ്മ, അറ്റ്ലീസ്റ്റ് ആ കോണ്ടാക്ട് നമ്പർ എങ്കിലും കിട്ടൂലേ?
അത് നീ നമ്പർ നോക്കിയാ ഇതിനകത്തുണ്ട്, ഞാൻ കണ്ടായിരുന്നു. ദേ. ഉം. 24. ഇവരെ ഒന്നും വിളിച്ചോണ്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛമ്മ ട്രൈ ചെയ്ത് നോക്കാം, വിളിച്ചു നോക്കാം. കിട്ടണല്ലേ? ഇറങ്ങുമ്പോല്ല. വേറെ നമ്പർ ഉണ്ടോ? വേറെ നമ്പർ ഇല്ല, ഈ നമ്പറേ ഉള്ളൂ. ആ നമ്പർ എന്റെ പൊന്നു പിള്ളേരെ, ഇനി നിങ്ങൾ ഇതിന്റെ പുറകെ ഒന്നും നടക്കണ്ട. വെറുതെ സമയം വേസ്റ്റ് ചെയ്ത് വേറെ വല്ല പണിയുണ്ടോ നോക്ക്. അച്ഛ ട്രൈ ചെയ്ത് നോക്ക് അച്ഛ. കിട്ടണല്ലേ? പക്ഷെ എന്റെ പൊന്നച്ഛ എല്ലാ വീട്ടിലും കേറി നോക്കി, അങ്ങനത്തെ ഒരു വീടും ഇല്ല, ആ കൊച്ചും ഇല്ല.